Hello friends, welcome to channel. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ Amazon Prime Day തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസത്തേക്ക് Prime Day ഓഫർ ഉള്ള ഈ പ്രാവശ്യം. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നമുക്ക് ഇപ്പോൾ ഡിസ്കൗണ്ട്സും അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രൊഡക്ട്സുകൾക്കൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മെയിൻ ആയിട്ടുള്ള ലാപ്ടോപ്സുകളുടെയും അതുപോലെ തന്നെ ഗെയിമിംഗ് കൺസോൾ നമുക്ക് കുറേ കമന്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നല്ല ഗെയിമിംഗ് ലാപ്ടോപ്പ് ഏതാ അണ്ടർ 50, അണ്ടർ 60, അണ്ടർ 70 ഇതൊക്കെ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഞാൻ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഗെയിമിംഗ് കൺസോളുണ്ട്, അതുപോലെ തന്നെ TWS ഉണ്ട്, അങ്ങനത്തെ കുറേ നമുക്ക് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സമയമാണ്. എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലം മുമ്പ് നമ്മുടെ ഈ ലോജിടെക്കിൻ്റെ ഒരു കീബോർഡ് മൗസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ഇപ്പം നോക്കിയപ്പോൾ ഇപ്പോൾ ഓഫർ ടൈമിൽ ആയതുകൊണ്ട് തന്നെ ഒരു 300-400 രൂപ ഓൾമോസ്റ്റ് ഡിസ്കൗണ്ട് ആയിട്ട് റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് കണ്ടപ്പോൾ വിഷമം തോന്നി, ഇത് വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയ സമയമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് സംഭവത്തിലേക്ക് പോകാം. ഓഫറിൻ്റെയും ലാപ്ടോപ്പുകളിലൊക്കെ ഞാൻ മെയിനായിട്ട് എടുത്ത് പറയാൻ പോകുന്നത് ലാപ്ടോപ്പുകളുടെ ഇലക്ട്രോണിക് പ്രൊഡക്ട്സുകളുടെ ക്യാമറ. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. രണ്ടാമത്തെ ചാനൽ കാണാത്തവർ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് അതിലും മെസ്സേജ് ചെയ്യാം. പിന്നെ എന്തായാലും സംശയങ്ങളിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫാസ്റ്റായി പറഞ്ഞു വെച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ കാര്യമാണ്. എന്ന് വെച്ചാൽ കുറേ പേര് നമുക്ക് കമൻസ് വരുന്നുണ്ട് ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ കാര്യം. നമുക്ക് ഏറ്റവും ഓഫേഴ്സ് ഉള്ള ഗെയിമിംഗ് ലാപ്ടോപ്സുകളുടെ കാര്യം പറയാം. ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത് പറയാം. അസൂസിൻ്റെ ടഫ് ഗെയിമിംഗ് F50 എന്ന് പറഞ്ഞൊരു ലാപ്ടോപ്പ് 50,000 താഴെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്ടോപ്പ് തന്നെയാണ് പറയാമെന്ന് വെച്ചാൽ. ഇതിന് നമുക്ക് എന്തൊക്കെയാണ് സ്പെക്സ് പറയുകയാണെങ്കിൽ നമുക്ക് കോർ i5 പ്രൊസറാണ് കിട്ടുന്നത്. NVIDIA GTX 1650 4GB ഗ്രാഫിക്സ് കാർഡ് കിട്ടുന്നുണ്ട്. 8GB RAM 512MB SSD കിട്ടുന്നുണ്ട്. വിൻഡോസ് ലാം കിട്ടുന്നുണ്ട്. 2.3 kg ആണ് വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ 50,000 രൂപ നോക്കുന്നുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. നമുക്ക് 53,990 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അതിന് നമുക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് 3,000 രൂപ. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കറക്റ്റ് 50,000 കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്, നോക്കാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം 50,000 റേഞ്ച് വരുകയാണെങ്കിൽ HP Victusൻ്റെ ഒരു മോഡലും കൂടി നമുക്ക് അവൈലബിൾ ആണ്. 50,000 താഴെ നോക്കുകയാണെങ്കിൽ i5 തന്നെയാണ് വരുന്നത്. നമുക്ക് ഇതിൽ പക്ഷേ 16GB RAM വരുന്നുണ്ട്, അത് നല്ല കാര്യമാണ്. നമ്മുടെ DDR4 ആണ്, എന്നാലും കുഴപ്പമില്ല. 512ൻ്റെ നമുക്ക് SSD വരുന്നുണ്ട്. NVIDIA 1650 തന്നെ ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5,000 രൂപ കൂടുതലുണ്ട്. പക്ഷേ നമുക്ക് ഓഫർ ഉണ്ട് 3,000 കേട്ടോ. 5,000 രൂപ കൂടുതലാണ് ശരിക്കും ഈ 16GB വരുന്നത്. എനിക്ക് ശരിക്കും 5,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 16GB അല്ല, ശരിക്കും അതിൻ്റെ മുകളിൽ RAM വാങ്ങിച്ചിട്ട് എക്സ്ട്രാ ഇടാൻ പറ്റും. അത് വേറെ കാര്യം. അപ്പോൾ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതിട്ടാ. HP താല്പര്യമുണ്ടെങ്കിൽ HP വാങ്ങിക്കാം, അസൂസ് താല്പര്യമുണ്ടെങ്കിൽ അസൂസ് വാങ്ങിക്കാം. പിന്നെ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന വേറെ മോഡലാണ്. നമുക്ക് 60,000 റേഞ്ചിൽ വരുന്ന ഡെൽ G15 ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. നമുക്ക് അതിൽ 12th ജനറേഷൻ i5 ആണ് വരുന്നത്. RTX 3050 NVIDIA ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. 8GB RAM 512MB SSD ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. റാമും SSD ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ DDR4 ആണ് മോസ്റ്റ്ലി റേഞ്ചിലൊക്കെ വരിക. DDR4ന് നമുക്കൊരു എന്താ പറയുക, ഒരു 16GB DDR4 റാമിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2,600 ആ റേഞ്ചൊക്കെ പ്രൈസ് വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ 8GB RAM ആണെന്ന് വെച്ചിട്ട് അത് വാങ്ങിക്കാണ്ടിരിക്കേണ്ട. നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് സുഖമായിട്ട് 2,600 രൂപ കൊടുത്ത 16GB സാധനം കിട്ടും. അപ്പോൾ അതിൽ സ്റ്റിക്ക് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ SSD നമുക്കൊരു 1TB SSD ആണെങ്കിൽ ഒരു 4,500 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരും കേട്ടോ. പിന്നെ നമുക്കൊരു 65 റേറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് HP Victus ഗെയിമിംഗ് i5 12th ജനറേഷൻ RTX 3050 വരുന്ന ഓൾമോസ്റ്റ് നമ്മുടെ G15 ഗെയിമിങ്ങിൻ്റെ അതേ ഓൾമോസ്റ്റ് സ്പെക്സ് തന്നെയാണ് വരുന്നത്. 16GB RAM അതിൽ വരുന്നുണ്ട്. 512MB SSD ആണ് വരുന്നത്. മൈക്രോസോഫ്റ്റ് ഓഫീസ് നമുക്ക് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. 65,990 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പുതിയ ലോഞ്ചസ് കുറച്ച് വന്നിട്ടുണ്ട്. ഡെല്ലിന് തന്നെ G15 സീരീസിൽ തന്നെ പുതിയ ലോഞ്ചസ് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ HP Victus സീരീസിൽ നമുക്ക് പുതിയ ലോഞ്ചസ് വന്നിട്ടുണ്ട്. MSIയുടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ MSI GF63 എന്ന് പറഞ്ഞൊരു തിൻ ഗെയിമിംഗ് ലാപ്ടോപ്പ് വന്നിട്ടുണ്ട്. 52 റേഞ്ചൊക്കെ പ്രൈസ് വരുള്ളൂ. i5 11th ജനറേഷൻ ആണ് വരുന്നത്. 16GB RAM വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത നമ്മുടെ അസൂസ് ടഫായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്ത സംഭവമാണ്. 53 റേറ്റ് വരും, മറ്റേ 50 വരും, 3,000 രൂപ കൂടുതലായിട്ട് വരും. ഇതിൽ പക്ഷേ നമുക്ക് 16GB RAM വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഗ്രാഫിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് NVIDIA RTX 2050 ആണ് വരുന്നത്. അപ്പോൾ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. 1650 ആയിട്ട് ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 3,000 രൂപ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കമ്പാരിറ്റീവ്ലി നോക്കി നോക്കാം കേട്ടോ. ഇതിന് പ്രൈസ് ഇടയ്ക്കിടയ്ക്ക് വേരി ചെയ്യുന്നുണ്ട്. 56 ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ 53 ആണ്. ഇനി ചിലപ്പോൾ കൂടിയിട്ട് 56, 55 ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഡീൽ ഓഫറാണ് വന്നേക്കുന്നത്. അപ്പോൾ മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നോക്കിയിട്ട് എടുക്കാം കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ലാപ്ടോപ്പുകൾ വന്നപ്പോൾ അസസ് ടഫിൻ്റെ ഗെയിമിംഗ് A15 സീരീസിൽ നമുക്ക് A സീരീസിൽ വരുമ്പോൾ നമുക്ക് 46 റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട് 50 ഓൾമോസ്റ്റ് 50,990 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അതും നമുക്ക് മറ്റേ NVIDIA ആണെങ്കിൽ നമുക്ക് A സീരീസിൽ വരുമ്പോൾ അത് റൈസൺ പ്രൊസസർ ആയിരിക്കും. റൈസൺ 5 4600H മോഡലിൽ 4GB NVIDIA GTX 1650 കിട്ടുന്നുണ്ട്. അപ്പോൾ അതും നല്ലൊരു ഡീല് തന്നെയാണ് 50,000 റേഞ്ചിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ. മെയിനായിട്ട് ഞാൻ ലാപ്ടോപ്പിൻ്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നില്ല. പിന്നെ PS5 നമുക്കിപ്പോൾ ഓഫർ വന്നിട്ടുണ്ട് 52,990 വന്നിട്ട് ഒരു 3000 രൂപയുടെ ഡിസ്കൗണ്ട് നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രൈം ഡീലിൻ്റെ ഓഫറിൽ. അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാൻ നോക്കുന്നതാണെങ്കിൽ വാങ്ങിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് ഗെയിമിങ് കുറേ സംഭവങ്ങൾ ഇപ്പോൾ ലാപ്ടോപ്പിന് കുറേ ഓഫർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മുടെ ലിങ്ക് ഞാൻ കൊടുക്കാം. അത്യാവശ്യം നല്ല പ്രൊഡക്ട്സുകൾ ഞാൻ മെജോറിറ്റി റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾ അസൂസിൻ്റെ വാങ്ങിക്കാൻ മതി എന്നാണ്. എന്താ വെച്ചാൽ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ബിൽഡ് ക്വാളിറ്റി അല്ല, ലാസ്റ്റിങ്ങും അതുപോലെ തന്നെ സർവീസും വേറെ നല്ല സർവീസ് തന്നെയാണ്. MSIൻ്റെ സർവീസ് കുറച്ച് ഇഷ്യൂ ആണ്, പക്ഷേ പ്രോഡക്റ്റ് സൂപ്പർ സാധനമാണ് കേട്ടോ. പിന്നെ ആസൂസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് റാം അപ്ഗ്രേഡ് ചെയ്യാം. അതിന് നമുക്ക് റാം നമ്മൾ ഓപ്പൺ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്താലൊന്നും നമ്മുടെ വാറണ്ടി പോവില്ല. മറ്റേത് അങ്ങനെയല്ല, അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി പോകും. നമ്മൾ ഡയറക്റ്റ് അവരുടെ കസ്റ്റമർ കെയർ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതൊക്കെയാണ് നമുക്കിപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അസൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അസൂസ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ലിനോവോ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലിനോവോ വാങ്ങിക്കാം. ഞാൻ HP-യും ഡെല്ലും അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല, എന്ന് വെച്ചാൽ കംപ്ലയിൻസ് കൂടുതലാണ്. അവർ മെജോറിറ്റി സാധനങ്ങളൊക്കെ ഫുൾ എന്താ പറയുക, അവർക്ക് മെജോറിറ്റി സാധനങ്ങൾ വെറുതെ നമുക്ക് എന്താ പറയുക അസംബിൾ ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അസൂസും MSI ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോർഡ് മെയിൻ നമ്മുടെ കമ്പ്യൂട്ടർ പാർട്സ് ഉണ്ടാക്കുന്ന ബ്രാൻഡുകളാണ്. അപ്പോൾ അവരുടെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ലാപ്ടോപ്പുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നോർമൽ ലാപ്ടോപ്പുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഓണറിൻ്റെ മാജിക് ബുക്ക് X40 എന്ന് പറഞ്ഞൊരു മോഡൽ വന്നിട്ടുണ്ട് 46 ഇഞ്ച് സീരീസിൽ. i5 12th ജനറേഷനാണ് വരുന്നത്. പിന്നെ അസൂസിൻ്റെ തന്നെ വിവോ ബുക്ക് S15 വരുന്നുണ്ട്, 85 റേഞ്ചിൽ വരുന്നുണ്ട്. അതിന് i9 ആണ് വരുന്നത്, അതുകൊണ്ടാണ് വേറെ ഒന്നല്ല. 1TB SSD ഒക്കെ വരുന്നൊരു മോഡലാണ്. MSI 15 മോഡേൺ 15 എന്നൊരു മോഡൽ 50 താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ MSI മോഡേൺ 15 നോക്കിയാൽ മതിട്ടാ. i5 12th ജനറേഷനാണ് വരുന്നത്, അതാണ് ഒരു പ്രത്യേകത. ഐറിസ് ഗ്രാഫിക്സ് ഇൻ്റലിൻ്റെ ഗ്രാഫിക്സ് തന്നെയാണ് വരുന്നത്. 16GB റാം നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഷയോമിയുടെ നോട്ട്ബുക്ക് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, സർവീസ് വാങ്ങുന്ന ഷോക്കാണ്. പിന്നെ അസൂസ് വിവോ ബുക്ക് 15 ഉണ്ട് വേറെ. പിന്നെ നമുക്ക് i7 ആയിട്ട് 12th ജനറേഷനായിട്ട് വരുന്നത്, അതിന് 55 രൂപ വരുന്നുള്ളൂ കേട്ടോ. i7 നമുക്ക് കിട്ടും, നല്ല ഡീലാണത് അസൂസിൻ്റെ വിവോ ബുക്ക് 15. പിന്നെ നമുക്ക് കുറച്ച് ഡീലിൻ്റെ കാര്യം പറയാനുള്ളത്, നമുക്ക് ക്യാമറാസിൻ്റെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ കാനോണിൻ്റെ തന്നെ R100 എന്ന് പറഞ്ഞ മിറർലെസ് ക്യാമറ പുതിയത്, അതിൻ്റെ ഡീൽ 56 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. 56,500 നമുക്ക് കിട്ടുന്നുണ്ട്. 500 രൂപയുടെ കൂപ്പൺ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. പ്രൈം ഡേ ലോഞ്ചാണ്. അപ്പോൾ നിങ്ങളൊരു മിറർലെസ് ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ, ബഡ്ജറ്റ് റേഞ്ചിൽ മിറർലെസ് ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ കാനോണിൻ്റെ EOS R100 നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കുറച്ച് ഡീൽ വന്നത്. പിന്നെ കാനോണിൻ്റെ തന്നെ 1500 ഡി എന്നൊക്കെ നമുക്ക് 38 റേഞ്ചൊക്കെ ഇപ്പോൾ പ്രൈസ് വന്നേക്കുന്നത്. പിന്നെ ആക്ഷൻ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പുതിയ നമ്മുടെ എന്താ പറയുക ഇൻസ്റ്റൻ്റെ പുതിയ ലോഞ്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റൻറ്റ് ക്യാമറ അല്ല സോറി, നമ്മുടെ ആക്ഷൻ ക്യാമറ അതിന് അത്യാവശ്യം നല്ല ഡീലായിട്ടാണ് വന്നിട്ടുണ്ട്. അതെ 38 ആ റേഞ്ചിലൊക്കെ നമുക്ക് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. Insta360 Go 3 ആണ് ഞാൻ പറഞ്ഞു വന്നത്. അത് നമുക്ക് എനിക്ക് തോന്നുന്നത് GoPro-നായിട്ടും കുറച്ചുകൂടി നല്ലത് നിങ്ങൾ ഈ Insta360 Go 3 എടുക്കുകയായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ക്വാളിറ്റി വീഡിയോ വൈസ് നമുക്ക് ഇതിന് തരുന്നുണ്ട് കേട്ടോ. 38,990 പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക റിവ്യൂയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ കാണാൻ പറ്റും. 64 GB ഇൻബിൽറ്റ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ നമുക്ക് കുറേ അക്സസറീസും അതുപോലെ തന്നെ കുറേ എന്താ പറയുക ഗാഡ്ജറ്റ്സും അതുപോലെ തന്നെ എന്താ പറയുക മൗണ്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല പരിപാടിയാണ്. ഞാൻ എന്തായാലും എനിക്ക് ശരിക്കും ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ GoPro നിങ്ങൾക്ക് നമ്മുടെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും. എനിക്ക് GoPro വലിയ അങ്ങോട്ട് ആ പ്രൈസിന് വാല്യൂ ആയിട്ട് തോന്നിയിട്ടില്ല ആക്ഷൻ ക്യാമറയിൽ. അതിനായിട്ടും കുറച്ചുകൂടി ക്വാളിറ്റി എനിക്ക് തോന്നിയത് ഇൻസ്റ്റാൻ്റെ 360 സീരീസിലത്തെ ഇതാണ് കേട്ടോ. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പുതിയ 11 അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്കൗണ്ട്. നമ്മൾ പറയുന്നത് 9 സീരീസിൻ്റെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കുറച്ച് ഡീലും കാര്യങ്ങളൊക്കെ നമ്മുടെ ആമസോണിൻ്റെ ഡേ അനുസരിച്ച് നമുക്ക് വന്നേക്കുന്നത്. എന്താ വെച്ചാൽ 2 ദിവസമല്ല നമുക്ക് ഈ ആമസോൺ ഡേ വന്നിട്ടുള്ളൂ, പ്രൈം ഡേ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്ലാൻ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാനുള്ള എന്തെങ്കിലും പ്ലാൻ സംഭവം മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ലിങ്ക്. ലാപ്ടോപ്സുകളുടെയും ക്യാമറസുകളുടെ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു 50ൻ്റെ സീരീസിലും 60ൻ്റെ സീരീസിലും 70ൻ്റെ 80ൻ്റെ സീരീസിലും ഞാൻ കൊടുക്കാം.
കേട്ടോ. ഒരു 50ൻ്റെ സീരീസിൻ്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല 60-70 സീരീസിലൊക്കെ പറഞ്ഞാൽ Asus TUF A15 തന്നെ നമുക്ക് എന്താ പറയുക Ryzen 7 4800H എന്ന് പറഞ്ഞൊരു മോഡൽ നമുക്ക് വരുന്നുണ്ട്. NVIDIA 3050 അതിന് നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ പ്രൈസ് വരുന്നത് 63 റേഞ്ചൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ആ പ്രൈസിന് നല്ല ഡീൽ തന്നെയാണ്. 70ൻ്റെ താഴെ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഡീൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് താഴെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമാണെങ്കിൽ നമ്മുടെ ലിങ്ക് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ട് കാണും. അപ്പോൾ ഞാൻ അടുത്ത് കാണാം. ബൈ.